നമസ്കാരം. ഇത്തവണ പരുന്തിന് ഒരു നിവേദനത്തിന്റെ കഥയാണ് പറയാനുള്ളത്. ഓർമ്മയില്ലേ കൊച്ചുവേലായുധന്റെ ഉള്ളുപൊള്ളിയ കഥ? നമ്മുടെ തൃശ്ശൂർ പുള്ളിലെ കൊച്ചുവേലായുധേട്ടൻ സുരേഷ് ഗോപി മന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ട് വാങ്ങാതെ പോയ സംഭവമില്ലേ? അതന്നെ. ഉമ്മക്കും തോന്നിയിട്ടോ ആ പാവം ഒരുപാട് പ്രതീക്ഷയിൽ എഴുതിക്കൊണ്ട് വന്നതല്ലേ, അതൊന്നും വാങ്ങായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, മന്ത്രി അദ്ദേഹം കരുണ കാണിക്കണ്ടേ. മൂപ്പര് പറയുന്നത് മൂപ്പരുടെ വകുപ്പല്ലാന്ന്. കൊച്ചുവേലായുധേട്ടന്റെ സങ്കടം കണ്ട് ഉമ്മക്ക് സങ്കടം വന്നു. അങ്ങനെ പരുന്ത് ഇതൊക്കെ കണ്ട് പറന്ന് നടക്കുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് പറയാലോ അല്ലേ. സുരേഷ് ഗോപി മന്ത്രിയെ കൊണ്ട് സത്യത്തിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ കുടുങ്ങി കിടക്കുകയാണ്. ഇത് പരുന്ത് പറയുന്നതല്ലാട്ടോ, പാർട്ടിക്കാർ പറയുന്നത് കേട്ടതാണ്. ഈ സുരേഷ് ഗോപിക്ക് നിവേദനം അലർജിയാണത്രേ. മന്ത്രി അദ്ദേഹത്തിന് കിട്ടുന്ന നിവേദനമെല്ലാം പലയിടത്തും കൂമ്പാരമായി കിടക്കുന്നുണ്ട്. നിവേദനങ്ങൾ കൂമ്പാരമാകുമ്പോൾ ആ കൂമ്പാരം നാട്ടുകാരും മാധ്യമങ്ങളും കാണാതെ സൂക്ഷിക്കലാണ് പാർട്ടിക്കാരുടെ പണി. പാർട്ടിയെയും മന്ത്രിയെയും വിശ്വസിച്ച് നിവേദനം നൽകിയവർ പലരും ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല. പക്ഷെ പരുന്ത് കണ്ടു. കാണാത്ത കാഴ്ചകൾ കാണാനാണല്ലോ പരുന്ത് ഇങ്ങനെ ഉയർന്നു പറക്കുന്നത്. സുരേഷ് ഗോപി അദ്ദേഹം മന്ത്രിയായപ്പോൾ ഏറ്റവും കൂടുതൽ നിവേദനം കിട്ടിയത് തൃശ്ശൂരിന്നാ. പിന്നെ പാലക്കാടും. പാവമാളുകൾ മന്ത്രിക്ക് കൊടുക്കാനായി നിവേദനങ്ങൾ പാർട്ടിക്കാരെ ഏൽപ്പിച്ചു. പക്ഷേ നമ്മുടെ കേന്ദ്രമന്ത്രി ഒന്നും വാങ്ങിയില്ല. പാർട്ടി ഓഫീസുകളിൽ മന്ത്രിക്കുള്ള നിവേദനം കുമിഞ്ഞുകൂടിയപ്പോൾ ഒരു പഴയ ജില്ലാ പ്രസിഡന്റ് അതെല്ലാം കൊണ്ട് വീട്ടിൽ വെച്ചു. നാട്ടുകാർ കാണരുതല്ലോ. ഇപ്പോഴും പല BJP ഓഫീസുകളിലും സുരേഷ് ഗോപിക്ക് കൊടുക്കാനുള്ള നിവേദനങ്ങൾ പൊടി പിടിച്ച് കിടപ്പുണ്ട്. ഒരിക്കൽ സഹികെട്ട് തൃശ്ശൂരിലെ കിസാൻ സംഘിന്റെ നേതാവ് പൊട്ടിത്തെറിച്ചത് പരുന്ത് കണ്ടു. മന്ത്രിയുടെ ഓഫീസിൽ എന്തേലും നിവേദനവുമായി ചെന്നാൽ പെട്രോളിയം മന്ത്രി ആയതിനാൽ ആ കാര്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു മടക്കൂത്രേ. തൃശ്ശൂരിന് ജയിച്ചത് പെട്രോളിയം മന്ത്രി ആയിട്ടല്ലല്ലോ, MP ആയിട്ടല്ലേ. അപ്പോൾ എല്ലാ കാര്യവും കേൾക്കണ്ടേ. കിസാൻ സംഘ നേതാവ് ശരിക്കും ദേഷ്യപ്പെട്ടു. ശരിയാ, ആരായാലും പറഞ്ഞു പോകും. മൂപ്പരെ കുറ്റം പറയാൻ പരുന്തില്ല. എന്നാ കേട്ടുള്ളൂ, ഇതൊക്കെ ചെറിയത്. നമ്മുടെ കുമ്മനഞ്ചിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടെന്ന് പരുന്തിനൊരു വിവരം കിട്ടി. ഒരിക്കൽ കുമ്മനഞ്ചിയും നേതാക്കളും നെൽകർഷകരുടെ പ്രശ്നം പറയാൻ ഡൽഹിക്ക് പോയി. നെല്ലിന്റെ മന്ത്രിയെ കാണുന്നതിനൊപ്പം നമ്മുടെ സുരേഷ് ഗോപിയെയും കാണാമെന്നങ്ങ് വിചാരിച്ചു. അപ്പോയിന്റ്മെന്റ് വരെ എടുത്തു. രാവിലെ 10 മണിക്ക് വരാനും പറഞ്ഞു. കുമ്മനത്തെ അറിയാലോ അല്ലേ, സമയം കൃത്യമായി പാലിക്കുന്നയാൾ. മൂപ്പര് രാവിലെ തന്നെ സ്ഥലത്തെത്തി. ഓഫീസിൽ സുരേഷ് ഗോപി ഉണ്ട്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സമയം നീണ്ടു. പിന്നെയും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുമ്മനം ക്ഷമയോടെ കാത്തിരുന്നു. പക്ഷേ ഒരു മര്യാദയുമില്ലാതെ പിന്നെ കാണാമെന്ന് പറഞ്ഞ് കുമ്മനത്തെ മടക്കിയെന്നാ കഥ. അല്ല, കഥയല്ല, ശരിക്കും നടന്നതാന്നാ പരുന്ത് കേട്ടത്. എന്തായാലും പാർട്ടിക്കാർക്ക് ഇപ്പോ സുരേഷ് അണ്ണനെ പരിപാടിക്ക് പോലും വിളിക്കാൻ പേടിയാണ്. ജനങ്ങളാണല്ലോ ഏത് പാർട്ടിയുടെയും ശക്തി. അവരുണ്ടെങ്കിലല്ലേ ഷോ കാണിക്കാൻ പവർ ഉണ്ടാകൂ. പരുന്ത് പറഞ്ഞത് കൂടിപ്പോയോ? ഇല്ലാന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെന്ന് പരുന്തിനത് കേൾക്കാം. പരുന്തിനെ ആരും വെടിവെച്ചില്ലെങ്കിൽ അടുത്തയാഴ്ചയും ഇതിലൂടെ പറക്കും. അപ്പൊ കാണാമേ.